വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മുണ്ടയാട് വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകൾ അപ്ഡേഷൻ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ മുണ്ടയാട് വാരം ആ ഒരു ഭാഗത്തേക്കുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ വർക്കിൻ്റെ കാഴ്ചയാണ്. മഴയ്ക്ക് ശേഷമുള്ള ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്തത്. അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുന്നു ഉദ്ദേശിക്കുന്നു. അപ്പോൾ അധികം വലിച്ചിട്ടില്ല. അപ്പോൾ അത്യാവശ്യം റോഡൊന്നും ഇല്ലാത്തൊരു പ്രദേശത്തൂടെ ഒരു ഓഫ് റോഡ് യാത്ര നടത്തേണ്ടി വരും. കാരണം പലയിടത്തും മഴയൊക്കെ പെയ്തുകൊണ്ട് റോഡൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതിനനുസരിച്ച് നല്ല രീതിയിൽ നിങ്ങൾ ഭാഗത്ത് സപ്പോർട്ട് ഉണ്ടാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അധികം വലിച്ചിട്ടില്ല. നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം. നമ്മളെ മുണ്ടയാടുള്ള അണ്ടർ പാസേജിൻ്റെ ചുവട്ടിൽ നിന്നുള്ള കാഴ്ചയാണ്. വലിയ വിശാലമായിട്ടുള്ള അണ്ടർ പാസേജാണ്. 8 പില്ലറുകളായിട്ട് തന്നെ ഈ അണ്ടർ പാസേജിൻ്റെ ചുവട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ വാഹനങ്ങൾക്കൊക്കെ യാതൊരു ബുദ്ധിമുട്ടില്ല. വളരെ വിശാലമായിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് അണ്ടർ പാസേജ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഡ്രോണിൻ്റെ ഇടയിൽ കാട്ടപ്പെട്ടത്. നേരത്തെ നമ്മൾ മുണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ ചുവട്ടിൽ നിന്നാണ് കാഴ്ച കണ്ടതെങ്കിൽ ഇപ്പോൾ മുണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെ ഒരു സബ്സ്റ്റേഷനൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഹൈ ടെൻഷൻ ലൈനുകളൊക്കെ വലിയ ലൈനുകളൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ ഉയർത്തിയിട്ടാണ് ഡ്രോൺ ഷൂട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ വിശ്വസമുദ്ര എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു പ്രദേശത്ത് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടു പാനലുകളും നമ്മളെ ഗേഡറുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഗേഡറിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ 2 സൈഡിലുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ ബാക്കിയുള്ളത്. മുണ്ടയാടുന്ന് പിന്നെ നമ്മൾ വാരം, പുല്ലൂപ്പി, വളപട്ടണം തുടങ്ങിയ പ്രദേശം വരെയാണ് നമ്മൾ ദേശീയപാതയുടെ പുതിയ കാഴ്ചകൾ അപ്ഡേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുണ്ടയാട് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉള്ള ഒരു അണ്ടർ പാസേജാണ്. സത്യം പറയുകയാണെങ്കിൽ ഇവിടെ റോഡൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് നാശമായി കിടക്കുകയാണ്. റോഡല്ല, നേരത്തെ വർക്ക് നടന്നുകൊണ്ടിരുന്ന അപ്രോച്ച് റോഡിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ദിവസം നമ്മളെ മഴയത്തൊക്കെ ഇതിലെയൊക്കെ വാഹനങ്ങൾ കയറി പോകാനൊരു റോഡുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം കൺസ്ട്രക്ഷൻ വർക്കിനുള്ള വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം മഴയത്ത് കംപ്ലീറ്റ് ഇടിഞ്ഞ് പൊളിഞ്ഞ് ശക്തമായ മഴ ഒലിപ്പിൽ ഇതൊക്കെ റോഡൊക്കെ ഒലിച്ചു പോയൊരു കാഴ്ചയാണ്. അപ്പോൾ അവിടെ ഒരു വലിയൊരു അണ്ടർ പാസേജിൻ്റെ വലിയ കൂട്ടൻ അണ്ടർ പാസേജിൻ്റെ ഇരു സൈഡിൽ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതേപോലെ തന്നെ ഇതിൽ ടോറസുകളൊക്കെ ഇതിലൊക്കെ പാസ് ചെയ്തുകൊണ്ട് ഇതിന് മുന്നേ നമ്മൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. ടോറസ് കയറി പോകുന്നത് കയറാതിരിക്കുന്ന വീഡിയോസൊക്കെ ആ ഒരു പ്രദേശമാണിത്. അപ്പോൾ കംപ്ലീറ്റ് മണ്ണൊലിച്ച് പോയി. ഇപ്പോൾ നമ്മൾ വാഹനമൊക്കെ ഇതിൽ പാസ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അതിശക്തമായ കാലവർഷമായതിനാൽ നമ്മളെ വർക്കൊക്കെ പലയിടത്തും സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പലയിടത്തും എക്സ്കവേഷൻ ചെയ്യാൻ, മണ്ണിടിക്കാനോ അതോടൊപ്പം തന്നെ മണ്ണ് നികത്താനോ അത്തരത്തിലുള്ള യാതൊരു പെർമിഷനും കാര്യങ്ങളില്ല. കാരണം ഇടിക്കുന്ന സമയത്ത് ഏത് സമയവും വെള്ളക്കെട്ടുള്ളത് കൊണ്ടും അതോടൊപ്പം തന്നെ ശക്തമായ മഴയുള്ളത് കൊണ്ടും കൂടുതൽ പ്രദേശങ്ങൾ ഇടിഞ്ഞു പോകാനും അപകടമൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് മണ്ണ് എടുക്കുന്ന പല പ്രദേശങ്ങളിൽ താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മഴക്കൊക്കെ കുറച്ച് ശമനം വന്നിരിക്കുകയാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലൊക്കെ ഏകദേശം നല്ല രീതിയിൽ വെള്ളം കയറിയിരുന്നു. പക്ഷേ ഈ സമയത്ത് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് ജൂൺ 6-നാണ്. ജൂൺ 6-ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളമൊക്കെ നല്ല രീതിയിൽ ഇറങ്ങിയതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2-3 ദിവസം അതിശക്തമായ വെയിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചൊക്കെ സഞ്ചാരയോഗ്യമായി ഈ ഒരു പ്രദേശം മാറിയിട്ടുണ്ട്. ഒന്നുമല്ല, ചെറിയ വാഹനങ്ങൾക്ക്, ബൈക്ക് പോലെയുള്ള വാഹനങ്ങൾക്ക്. കാരണം ഇതിലെ പാസ് ചെയ്ത് പോകണമെങ്കിൽ വലിയൊരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കണ്ണൂർ ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി ആളുകളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് അത്തരത്തിൽ വീഡിയോ ചെയ്യാനുള്ളൊരു സാഹചര്യം എന്തായാലും ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെ വാരം ആ ഒരു ഭാഗത്തേക്ക്, വളപട്ടണം വാരം ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ജിയോ ടാഗ് വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മണ്ണടിച്ച് ഉയർത്തി അത്തരത്തിലാണ് ഇവിടെ ഇരു സൈഡിലും അത്തരത്തിൽ വിരിച്ചതിന് ശേഷം കട്ടയൊക്കെ ബ്രിക്സൊക്കെ വെച്ചുകൊണ്ട് മണ്ണടിച്ച് ഉയർത്തിയിട്ടാണ് ഈ പ്രദേശത്ത് വർക്ക് നടക്കുന്നത്. അപ്പോൾ നമ്മളെ വാരം വളപട്ടണം ഭാഗത്തേക്ക് നമ്മൾ യാത്രയാണ്. ഇവിടെയൊക്കെ കണ്ടൽക്കാടും അതോടൊപ്പം തന്നെ നമ്മളൊരു ചതുപ്പ് നിലം നിറഞ്ഞ ഒരു പ്രദേശമാണ്.
ഇതിലെയാണ് ദേശീയപാത കടന്നു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ നമുക്ക് സഞ്ചരിച്ചതിന് ശേഷം മുകളിൽ നിന്നുള്ള ആകാശ കാഴ്ച കൂടി കാണാം. കാരണം താഴെ ഭാഗത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ഡ്രോണിനകത്ത് ലഭിക്കില്ല. ഇതാണ് താഴെ ഭാഗത്തു നിന്നുള്ള കാഴ്ച. നായ്ക്കുട്ടികളെ ആരടാ? നല്ല അതിശക്തമായ കാറ്റുണ്ട് കേട്ടോ. നല്ല കിടിലൻ കാറ്റാണ്. ഇപ്പം മഴ പെയ്തതിന് ശേഷം കുറേയൊക്കെ വെള്ളം കയറുന്നു ഈ പ്രദേശത്തൊക്കെ. ഇപ്പം കുറച്ച് ദിവസമായിട്ട് മഴയില്ലാത്തത് കൊണ്ട് വെള്ളം കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഇതിൽ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. നമുക്ക് ആകാശ കാഴ്ച കുറച്ച് കാണാം. അപ്പോൾ നമ്മളെ വാരത്ത് നിന്നുള്ള ദേശീയപാതയുടെ ആകാശ കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. ആ അണ്ടർ പാസേജിൻ്റെ 3 വരിയുടെ കുറച്ച് കോൺക്രീറ്റിങ് കഴിഞ്ഞു. അടുത്ത 3 വരിയുടെ കോൺക്രീറ്റ് നടക്കാൻ ബാക്കിയുണ്ട്. ഈ ഒരു പ്രദേശത്ത് കംപ്ലീറ്റ് ചളിയാണ്. അതേപോലെ തന്നെ നമ്മളെ ജിയോ ടാഗൊക്കെ വിരിച്ചുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് വർക്ക് എടുക്കുന്നത്. വിശ്വസമുദ്ര ഈ ഒരു ഭാഗത്ത് 2 സൈഡിലും നമ്മൾ ഈ ബ്രിക്സ് വാൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഉയർത്തിക്കൊണ്ടാണ് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ കണ്ടൽക്കാടുകളൊക്കെ നിറഞ്ഞിട്ടുള്ള വലിയൊരു വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സംഭരണി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഒരുപാട് ചതുപ്പ് നിലങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പലയിടത്തും ഓരോരുത്തരും ഫ്ലൈ ഓവറായിട്ട് എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് ഇവിടെ നമ്മുടെ ഈ വിശ്വസമുദ്ര 6 വരി പാത നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ദേശീയപാതയിൽ നമുക്ക് സാധാരണ രീതിയിൽ കാണുന്ന പില്ലറിന് വ്യത്യസ്തമായിട്ട് വളരെ ഒരു ബോക്സ് ടൈപ്പ് പില്ലറുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. 1 സൈഡിൽ 3 വരിയുടെ ഓൾറെഡി ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തു. അതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്കും കഴിഞ്ഞു. ഇനി താറിങ്ങിൻ്റെ വർക്ക് മാത്രമാണ് നടക്കാൻ ബാക്കിയുള്ളത്. 1 സൈഡിൽ ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്കാണ് നടക്കാനുള്ളത്. അതേപോലെ കമ്പിയും ഓൾറെഡി കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ബൈക്കിലൂടെയാണ് ഈ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്തത്. അങ്ങേയറ്റം ചളിയൊക്കെ നിറഞ്ഞു. കാരണം കഴിഞ്ഞ ശക്തമായ മഴയിൽ ഈ പ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഈ ഭാഗത്ത് സഞ്ചരിച്ചത്. നേരത്തെ ഈ ഭാഗങ്ങളിൽ ദേശീയപാതയുടെ വർക്കിൻ്റെ അപ്ഡേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ കഴിഞ്ഞ ആഴ്ച നമ്മളടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും ഒരുപാട് ചളിയും അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടൊക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഈ ഒരു പ്രദേശത്തേക്ക് യാത്ര ചെയ്തുകൊണ്ട് ദേശീയപാതയുടെ വീഡിയോ എടുത്തപ്പോൾ നിങ്ങൾ ഫുൾ സ്ക്രീനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ലഭിക്കുക. കണ്ണൂർ ദേശീയപാതയുടെ വീഡിയോ ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ കാരണം പല ആളുകൾ ചെയ്യൽ കുറവാണ്. മറ്റത് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് സഞ്ചരിച്ചു കൊണ്ട് ദേശീയപാതയുടെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ടാസ്ക്കാണ്. അതിനിടയിൽ 1-2 പ്രദേശമൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. കാരണം ഇത് ഉൾഗ്രാമങ്ങളിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത്. അപ്പോൾ പുതിയ ദേശീയപാതയിൽ നിന്ന് പഴയ ദേശീയപാതയിൽ നിന്ന് പുതിയ ദേശീയപാതയിലേക്ക് കണ്ടെത്തിക്കൊണ്ട് എത്തിപ്പെടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. അതേപോലെ തന്നെ ഈ പുല്ലോപ്പ് ഈ ഒരു പ്രദേശത്ത് വലിയൊരു പാർക്ക്, അതായത് കേരള സർക്കാരിൻ്റെ ഭാഗമായിട്ട് വന്നൊരു പാർക്കൊക്കെ അതിൻ്റെ നല്ല രീതിയിലുള്ള വർക്കൊക്കെ പുരോഗമിച്ചു. അതിൻ്റെ ഏതാനും ചില അന്തിമഘട്ടത്തിലുള്ള വർക്കാണ് നടക്കാനുള്ളത്. അതിൻ്റെ ഒരു ഡ്രോൺ ഷൂട്ട് വീഡിയോ നമ്മൾ വേറൊന്ന് ചെയ്യുന്നതാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഈ ഒരു ദേശീയപാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും ഈ ചളിയും മണ്ണൊക്കെ നിറഞ്ഞൊരു പ്രദേശത്തൂടെയും നമുക്ക് സഞ്ചരിക്കുമ്പോൾ നട്ടുച്ച സമയത്ത് സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ നല്ല കാഴ്ചകൾ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ നല്ല രീതിയിലുള്ള കാറ്റ്, നമുക്ക് ചൂടിന് പോലും എഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള വളരെ ശക്തമായ കാറ്റ്. ഡ്രോണ് തന്നെ ചില അവസരങ്ങളിലൊക്കെ കള്ളുകൂടിയൻ്റെയൊക്കെയാണ് പോകുന്നത്. കാരണം അതിശക്തമായ കാറ്റ് ചില അവസരത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പുല്ലോപ്പി ഭാഗത്തു നിന്ന് ഒരു ഓഫ് റോഡ് അപാരതയാണ്. കണ്ടമാന ചളി മണ്ണും എല്ലാം നിറഞ്ഞ റോഡാണ്. ഇതൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തെണ്ടി വേണം യാത്ര ചെയ്യാൻ. പുല്ലോപ്പി റിവർ വ്യൂ
വലിയ ഒരു പുഴ തന്നെയാണ്. കണ്ടൽക്കാടും പുഴയൊക്കെ ക്രോസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പുതിയ ദേശീയപാത കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ ബ്രിക്സ് വാൾ തന്നെ, ബ്രിക്സ് വാൾ. ഇത് കഴിഞ്ഞ് ഒക്കെ നമ്മൾ ഡ്രോണിൽ പറത്തിയതാണ്. എന്താ മനോഹര കാഴ്ച എന്നറിയാം. ഭയങ്കര വ്യൂ ആണ്, അടാറ് വ്യൂ. അപ്പോൾ അതൊക്കെ എൻ്റെ മോനെ ശരി അതിക്കൊണ്ട് നമ്മളെ ക്യാമറ അടക്കം കുമ്പിട്ട് പോയി. എൻ്റെ മോനെ ജമ്പ് ജമ്പ് ചെയ്ത പോലെയുണ്ട്. ജമ്പ് ചെയ്തത് ചെല്ല വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാന്ന് പറഞ്ഞ പോലെ ജമ്പ് ചെയ്തത് വീണതല്ല, കുണ്ടിലേക്ക് ചാടിയതല്ല, ജമ്പ് ചെയ്യിച്ചത്. അങ്ങനെയൊക്കെ പറയേണ്ടി വരും. ഭയങ്കര കാറ്റാട്ടോ ഇതിലെ പോകുമ്പോൾ, ഒരു രക്ഷയില്ലാതെ കിടില കാറ്റാ. ഭംഗി ആസ്വദിക്കുമ്പോൾ സൈഡിലൊരു കിണറൊക്കെ കാണുന്നുണ്ട്. എന്താ രസം എന്നറിയാം. ഇവിടെ വന്നാൽ സത്യം പറഞ്ഞാൽ ഇതിലെ യാത്ര ചെയ്യുമ്പോൾ നട്ടുച്ചയ്ക്ക് യാത്ര ചെയ്താലും ചൂടറിയില്ല. കാരണം അമ്മാതിരി കാറ്റാ. നമ്മൾ ഡ്രോണ് പറത്തിയിട്ട് തന്നെ, ഡ്രോണ് കള്ളൂടിൻ്റെ തൊട്ടാണ് പോകുന്നത്. എന്നെ വിടും പറഞ്ഞിട്ട് ആജാതി കാറ്റാ. ഇവിടുന്ന് അല്പം സ്വല്പം നമുക്ക് പറപ്പിക്കാം. ഇവിടെയും ഒരു ഓഫ് റോഡ് അപാരത നടത്തേണ്ടി വരുന്ന തോന്നുന്ന. 6 വരി പാതകൾക്ക് ഇടയിലൂടെ ഒരു ഇൻഫ്ലേഷനറി ഗ്യാപ്പുണ്ട്. എൻ്റെ മോനെ ഇതിൽ ടോറസേ പോകുള്ളൂ എന്നാണ്. നമ്മളെ വിശ്വസമുദ്രയുടെ ടോറസിനായി പണിത റോഡ് പോലെയുണ്ട്. വേറെ ആരും ഇതിൽ പോകണ്ട എന്ന രീതിയിലാണുള്ളത്. എന്നാലും ഇതുമല്ല, ഇതിൻ്റെ അപ്പുറവും കടന്നവനാണ് ഈ KK ജോസ്. എൻ്റെ മണെ ഡെഡ് ലൈൻ ഇവിടെ അവസാനിച്ചു. എന്തായാലും അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ കംപ്ലീറ്റ് വേസ്റ്റ് കൊണ്ട് തള്ളിയിട്ടുണ്ട്. എന്ത് ചെയ്യും നമ്മൾ, എന്ത് ചെയ്യും മല്ലയ്യ? നമ്മളെ അവർ പെടുത്തിയതാണോ മല്ലയ്യ? നോക്കാം, എന്തെങ്കിലുമൊക്കെ വഴി കാണോ? എൻ്റെ മോനെ ഇതിൻ്റെ അപ്പുറവും കടന്നവനാണെന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയാണ്. കഴിയാതെ പറഞ്ഞും പോയി കടക്കാൻ പറ്റുന്നുമില്ല. ഓപ്പറേഷൻ സക്സസ് കണ്ട. ഇത്രയും ബുദ്ധിമുട്ടുണ്ട്. ഇവിടുത്തെ വീഡിയോ, കണ്ണൂർ ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്യൂ എന്ന് പറയുന്നവരൊക്കെ ഒന്ന് കൺകുളിർക്ക് കണ്ടാട്ടെ.
അപ്പോൾ നിങ്ങളെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ എന്തൊക്കെ യൂട്യൂബിൽ തന്നിട്ടുണ്ട് അതൊക്കെ വരിയായി നിരനിരയായി തരണം. അപ്പോൾ പുല്ലൂപ്പിൽ നിന്ന് വളപട്ടണം ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള അതിമാരകമായ ഓഫ് റോഡ് യാത്ര ഒടുവിൽ നമ്മൾ എത്തിയിരിക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും വകഞ്ഞു മാറ്റി നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതിൻ്റെ മുകളിൽ നമുക്ക് ആകാശ കാഴ്ച കൂടി കണ്ടു കഴിഞ്ഞാൽ തൃപ്തിയാവും. വന്നത് ഒരു കാരണമാവും. കുളത്തായക്കുന്ന് ഭാഗത്താണ് നമ്മളുള്ളത്. ഇപ്പോൾ കാട്ടാമ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന ഓവർ പാസേജാണ്. ആ ഓവർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് റോഡ് നേരത്തെ ഉള്ളത് പുനഃസ്ഥാപിക്കേണ്ട വർക്ക് ഇപ്പോൾ നിലവിൽ ബാക്കിയുണ്ട്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ചളിയാണ്, ഒരു രക്ഷയില്ല. കംപ്ലീറ്റ് ചെളി നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെയൊക്കെ ക്രെയിന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മഴ കാരണം നല്ല രീതിയിൽ വെള്ളം കയറിയതിന് ശേഷം ഇവിടെ വർക്കൊക്കെ താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തു. വെള്ളം കയറിയതിൻ്റെ പാടുകളൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നമ്മുടെ ഈ എലിവേറ്റഡ് ഹൈവേ തന്നെയാണ്. അപ്പോൾ എലിവേറ്റഡ് ഹൈവേയുടെയും 3 വരിയുടെ ഗേഡറും അതിൻ്റെ മുകളിലെ ഷട്ടറിന് വർക്കൊക്കെ കഴിഞ്ഞു. അടുത്ത 3 വരിയുടെ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇപ്പോൾ കമ്പിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ഷട്ടറിങ് വർക്കിന് വേണ്ടിയിട്ട്, കോൺക്രീറ്റിംഗ് വർക്കിന് വേണ്ടിയിട്ട് കമ്പിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശ്വസമുദ്രയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രദേശം തന്നെയാണ് ഈ ഒരു കണ്ണൂർ ബൈപ്പാസ്. കാരണം ഭൂരിഭാഗം പ്രദേശവും ഈ കണ്ടൽ കാടുകളും അതോടൊപ്പം തന്നെ ഈ ചെളിയും മണ്ണൊക്കെ നിറഞ്ഞിട്ടുള്ള വയലുകളും അതോടൊപ്പം തന്നെ പുഴകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശത്തോടു കൂടിയാണ് ദേശീയപാത കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ മണ്ണടിച്ച് ഉയർത്തുമ്പോഴും നമ്മൾ ഈ കൂരിയാടൊക്കെ സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധയിലെത്തേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ ബ്രിക്സ് വാളുകളിൽ തന്നെയാണ് നമ്മുടെ ദേശീയപാത ഉയർന്നു വരുന്നത്. എന്നാൽ നമ്മൾ കൂരിയാട് ഭാഗങ്ങളിലുള്ള ആ ഒരു അപ്രോച്ച് റോഡിൻ്റെ അത്ര ഹൈറ്റും അതിൻ്റെ പകുതി ഹൈറ്റ് പോലും ഈ ഒരു പ്രദേശത്ത് വരുന്നില്ല. അതേപോലെ തന്നെ വെള്ളക്കെട്ടൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടവിട്ട് പലയിടത്തും ഈ ഫ്ലൈ ഓവർ എന്ന രീതിയിൽ എലിവേറ്റഡ് ഹൈവേ എന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും മനോഹരമായിട്ടുള്ള കണ്ടലക്കാടുകൾ നിറഞ്ഞ ഒരു ദേശീയപാതയിലൂടെ തന്നെയായിരിക്കും ഈ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ യാത്ര ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഫീൽ. ഇപ്പോൾ മാഹി, മുഴുപ്പിലങ്ങാട് പ്രദേശങ്ങളിലെ ചില പ്രദേശത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചകൾ യാത്രക്കാർക്ക് ലഭിക്കുന്നത് പോലെ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഒരുപക്ഷെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു പ്രദേശം അധികം ഹൈറ്റൊന്നുമില്ല. പലയിടങ്ങളിൽ അപ്രോച്ച് റോഡിൻ്റെ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ ഹൈറ്റില്ല. അതോടൊപ്പം തന്നെ എലിവേറ്റഡ് ഹൈവേയുടെ പ്രദേശത്തും ഒരു 7 മീറ്റർ അതേപോലെ 8 മീറ്റർ ഏതാണ്ട് ആ ഒരു ഹൈറ്റാണ് ഈ ഒരു ഭാഗങ്ങളിലുള്ളത്. അതുകൊണ്ട് തന്നെ വയലുകളൊക്കെ വളരെ കൃത്യമായി ഇവിടെയൊക്കെ മഴ പെയ്ത് ഇരു സൈഡിലും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെയൊക്കെ സർവീസ് റോഡ് വരുന്നുണ്ട്. ആ സർവീസ് റോഡിനോട് ചേർത്തുള്ള ഭിത്തിയുടെ കോൺക്രീറ്റ് ഭിത്തിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്തത് നമ്മളെ കോട്ടക്കുന്ന് ഭാഗത്തുള്ള ഓവർ പാസേജാണ്. കോട്ടക്കുന്ന് എന്ന് പറയാനില്ല, കാരണം കുന്നൊക്കെ ഇടിച്ച് കംപ്ലീറ്റ് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മളെ വളപട്ടണം പാലമാണ്. വളപട്ടണം പുഴ വലിയ വിശാലമായിട്ടുള്ള
ഏകദേശം 1.5 കിലോമീറ്റർ ലെങ്ത്തുള്ള വലിയൊരു പാലം തന്നെയാണ് വളപട്ടണം പാലം. അതുകൊണ്ട് തന്നെ ഈ പാലത്തിൻ്റെ വർക്ക് 1-2 വർഷത്തിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ടാസ്ക് തന്നെയാണ്. വിശ്വസമുദ്രയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് തന്നെയായിട്ടാണ് ഉള്ളത്. പാലം പുഴയിലൂടെ പല ഭാഗത്തും നികത്തിക്കൊണ്ടാണ് താൽക്കാലികമായി നികത്തിയതാണ്. ഇപ്പോൾ ആ ഒരു മണ്ണ് അടിച്ചതിന് ശേഷം ആണ് ഇപ്പോൾ പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. വൺ സൈഡിൽ ഓൾറെഡി ഏതാണ്ടൊക്കെ നമ്മൾ ഗേഡർ ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുഴയുടെ ഏറ്റവും സെൻട്രൽ ഭാഗങ്ങളിലെ കുറച്ച് 2-3 പില്ലറിൻ്റെ മുകളിൽ, 3-4 പില്ലറിൻ്റെ മുകളിലാണ് വൺ സൈഡിൽ ഈ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. അതേപോലെ വൺ സൈഡിൽ ഓൾറെഡി ഒരു 5-8 പില്ലറിൻ്റെ മുകളിലും ഗേഡർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. വലിയൊരു വിശാലമായിട്ടുള്ള വളരെ ലെങ്ത്തുള്ള ഒരു പാലം തന്നെയാണ്. അപ്പോൾ ആ പാലത്തിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണൂർ ബൈപ്പാസിൽ ഏറ്റവും വലിയ പാലങ്ങളിൽ ഒന്നാണ് ഈ വളപട്ടണം പാലം. ആ പാലത്തിൻ്റെ വർക്കാണ് നല്ല രീതിയിൽ ഈ ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗാൻഡി ക്രെയിൻ എന്ന് പറയുന്ന പ്രത്യേകതരം ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ്, റെയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മുകളിലാണ്, അതിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഗേഡർ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോട്ടക്കുന്ന് എന്ന് പറയുന്ന കോട്ടക്കുന്ന് ഭാഗം ഇപ്പോൾ കുന്ന് ഇല്ലാതായ ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്ത് റോഡ് താഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോന് അല്പം ലെങ്ത് ആയിട്ടുണ്ട്. ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വളപട്ടണം വരെയുള്ള വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വ്യൂസിനനുസരിച്ച് ബാക്കിയുള്ള ഭാഗം കൂടി നമ്മൾ ഉൾപ്പെടുത്തും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.